ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ക്ലാസ് വൈസസിനെ കുറിച്ചാണ്. അപ്പോൾ വൈസ് എന്ന് പറയുന്നത് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ പ്ലംബറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വൈസ് എന്ന് പറയുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുമല്ലോ. കൂടാതെ നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, വൈസ് എന്ന് പറയുന്നത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ്. മൂന്ന് ടൈപ്പ് വൈസുകൾ നമ്മൾ കോമൺലി പറയാറുണ്ട്. ഒന്ന് ബെഞ്ച് വൈസാണ്, വേറൊന്ന് പറയുന്നത് ലെഗ് വൈസാണ്, വേറൊന്ന് ഹാൻഡ് വൈസാണ്. അപ്പോൾ ഈ ബെഞ്ച് വൈസിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് വൈസ് പറയുന്നുണ്ട്. ഒന്ന് നോർമൽ ബെഞ്ച് വൈസ് ഉണ്ട്, കൂടാതെ ക്വിക്ക് റിലീസിങ് വൈസ് ഉണ്ട്. ക്വിക്ക് റിലീസ് വൈസ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന വൈസ്. അപ്പം ഈ വൈസ് പല വിധത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് അതിനകത്ത് പിടിച്ചു നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബെഞ്ച് വൈസിന് വേറൊരു പേര് കൂടെ ഉള്ളത് എൻജിനീയേഴ്സ് വൈസ് എന്നാണ്. അതേപോലെ ബെഞ്ച് വൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ് ബെഞ്ച് വൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡ് വർക്ക് ഡ്യൂറിങ് സോയിങ്, ഓക്കെ, ത്രെഡിങ് ആൻഡ് അതർ ഹാൻഡ് ഓപ്പറേഷൻസ്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് എ വൈസ് എന്നുള്ളതാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ബൈ ദി വിഡ്ത്ത് ഓഫ് ദി ജോസിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ് വൈസിൻ്റെ സൈസ് പറയുന്നത്. നമ്മൾ ടയർ സൈസൊക്കെ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ വീതിയാണ് ഇത് പറയാനുള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈസിനകത്ത് മൂന്ന് നാല് പാർട്സുകളുണ്ട്. ഒന്ന് ഫിക്സഡ് ജോയ് ആണ്. ഫിക്സഡ് ജോയ് എന്ന് പറയുന്നത് ആ ബെഞ്ചിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അനങ്ങാത്ത ഒരു ജോയിനെ ഫിക്സഡ് ജോയ് എന്നും, വേറൊന്ന് മൂവബിൾ ജോയ് ഉണ്ട്. മൂവബിൾ ജോ നമുക്ക് ഇവിടെ ഒരു വൈസിൻ്റെ ഫിഗർ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഈ വൈസിൻ്റെ ഈ ഒരു പോർഷൻ മുകളിലേക്കുള്ളതാണ് നമ്മൾ പറയുന്ന ബെഞ്ച് വൈസ് എന്ന് പറയുന്നത്. ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു ബെഞ്ചിൻ്റെ മുകളിലായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഈ നമ്പർ 3 ആണ് നമ്മുടെ ഫിക്സഡ് ജോ എന്ന് പറയുന്നത്. നമ്പർ 4 ആണ് മൂവബിൾ ജോ. ഈ ജോയാണ് ടു ആൻഡ് ഫ്രോ മുന്നിലേക്കും ബാക്കിലേക്കുമായിട്ട് പോകുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ഹാൻഡിലാണ്. ഇത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് ഷാഫ്റ്റാണ്, അല്ലെങ്കിൽ ത്രെഡ്. ഒരു ഷാഫ്റ്റിൻ്റെ മുകളിൽ ത്രെഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ത്രെഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൂവബിൾ ജോയിനെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും പോകാൻ വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നതാണ് മെഷീൻ വൈസാണ്. മെഷീൻ്റെ മുകളിൽ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈസാണ്. നമുക്ക് ഡ്രിൽ എന്നൊരു പോർഷനകത്ത് ഇത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് ഈ ചെറുത് കാണിച്ചിരിക്കുന്നത് സി, ഇതാണ് ഹാൻഡ് വൈസാണ്. ഇത് കയ്യിൽ വെച്ചിട്ട് ചെറിയ സ്മോൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈസിനെയാണ് നമ്മൾ ഹാൻഡ് വൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വിങ് നട്ട് ഉപയോഗിച്ചാണ് ഇത് ഓപ്പണിങ് ക്ലോസിങ് ചെയ്യുന്നത്. ഇതിന് മൂവബിൾ ആയിരിക്കില്ല. ജോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക, ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് പോയിൻ്റ്. ഓക്കെ, ഈ പിവറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫിക്സഡ് ജോ ഉണ്ടാക്കിയിരിക്കുന്നതും മൂവബിൾ ജോ ഉണ്ടാക്കിയിരിക്കുന്നതും ഗ്രേ കാസ്റ്റ് അയൺ ആണ്. ജോ പ്ലേറ്റ് ടൂൾ സ്റ്റീലാണ്. സ്പിൻഡിൽ ആൻഡ് ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. ബോക്സ് നട്ട് എന്ന് പറയുന്ന നട്ട്, അതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ത്രെഡഡ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ആ ത്രെഡ് നട്ട് ബോൾട്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള ആ നട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് ഫോസ്ഫറസ് ബ്രോൺസ്. ഇതാണ് ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്, ഫോസ്ഫറസ് ബ്രോൺസ്. അപ്പോൾ ഈ വൈസിൻ്റെ മുകളിൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു വൈസ് പ്ലേറ്റ് ഫിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വൈസ് ക്ലാമ്പ് എന്ന് പറയും. അത് കോപ്പറിൻ്റെ അല്ലെങ്കിൽ ബ്രാസിൻ്റെയൊക്കെ ഉള്ള വസ്തുക്കളായിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം, കോപ്പർ, ബ്രാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അകത്തൊരു സ്പ്രിങ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇനി ക്വിക്ക് റിലീസിങ് വൈസിൻ്റെ അകത്തുനിന്ന് സാധാരണ വൈസും ക്വിക്ക് റിലീസിങ് വൈസിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അവിടെ ഒരു ട്രിഗർ മെക്കാനിസം ഉണ്ടാകും. ഒരു ട്രിഗർ ലിവർ വലിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വൈസ് പെട്ടെന്ന് ലൂസായിട്ട് വരും. സാധാരണ വൈസ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് മാത്രമേ തിരിച്ച് ബാക്കിലേക്ക് വരികയുള്ളൂ. ഓക്കെ, പിന്നീടുള്ളത് പ്ലംബറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈസ് പൈപ്പ് വൈസാണ്. പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത് ടു ഹോൾഡ് ദ റൗണ്ട് സർക്കുലർ ഒബ്ജക്റ്റാണ് പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് വെർട്ടിക്കലിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നീടുള്ളത് ഹാൻഡ് വൈസാണ്. ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നത്
നേരത്തെ കാണിച്ചു തന്നത് ഗ്രിപ്പിംഗ് സ്ക്രൂ, റിവറ്റ് അങ്ങനെയുള്ള ചെറിയ വസ്തുക്കൾ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യുന്നത് 125 to 150 mm ആണ് ലെങ്ത്ത്. ജോബ് എടുത്ത് 40 to 44 mm ആണ്. 125 to 150 അത് ഫ്രം ദി പിവട്ട് ടു ദി ടോപ്പ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ജോബ് എടുത്തുന്നത് 40 to 44 mm ആണ്. പിന്നീടുള്ളതൊരു പിൻ വൈസാണ്. ഈ പിൻ വൈസ് ചെറിയ വസ്തുക്കൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് വരുന്ന ഒരു ചക്ക് മെക്കാനിസമാണ് വരുന്നത്. ഇനി ടൂൾ മേക്കേഴ്സ് വൈസ് ഉണ്ട്. ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത് പ്രിസിഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൂൾ മേക്കേഴ്സ് വൈസ് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. അപ്പോൾ ഇത് വൈസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഫയൽ എന്നെ കുറിച്ചാണ്. ഓക്കെ, ഫയല് എന്ന് പറയുന്നത് എക്സസ് മെറ്റീരിയൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ടൂളാണ് ഫയൽ എന്ന് പറയുന്നത്. ഫയൽ മെയ്ഡപ്പ് ഓഫ് ഹൈ കാർബൺ ഓർ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഫയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫയലിൻ്റെ പാർട്സ് ഒന്ന് നോക്കാം. ഫയലിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇത് ഹാൻഡിലാണ്. ഇത് കംപ്ലീറ്റ് ആണ് ഫയലിൻ്റെ ബോഡി എന്ന് പറയുന്നത് അല്ലേ, ബോഡി. ഈ സൈഡിനെ എഡ്ജ് എന്നും ഈ ടോപ്പ് എൻഡിനെ ടിപ്പ് ഓർ പോയിൻ്റ് എന്നും പറയും. ഇവിടെ ഷോൾഡർ, നമ്മുടെ ഷോൾഡർ പോലെ തന്നെയുള്ള ആ പോർഷനെ ഷോൾഡർ എന്ന് പറയും. ഇതിൻ്റെ ബാക്കിലേക്ക്, പിടിയുടെ ഉള്ളിലേക്ക് കയറുന്ന ആ സ്ഥലത്തിനെ ടാങ് എന്ന് പറയാം. ഇതിനകത്ത് മാർക്ക് ചെയ്ത് ചെറിയൊരു തെറ്റുണ്ട്, ടാങ് എന്ന് പറയും. ഇതിനെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഷോൾഡർ വരെയുള്ള ടിപ്പ് ടു ദി ഷോൾഡർ ലെങ്ത്താണ് ഫയൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നീട് ഒരു ഹാൻഡിൽ ഉണ്ടാവും. ഇവിടെയുള്ള ആ ബ്രാസിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഒരു പീസ് ഉണ്ടാവും, ഒരു റൗണ്ട് റിങ്. അതിന് നമ്മൾ പറയുന്ന പേര് ഫെറൂൾ എന്നാണ്. ഫെറൂൾ. ഇവിടെ മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഹീൽ എന്നൊരു പേര് കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഈ ഫെറൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് PSCയുടെ കാറ്റഗറിയിൽ മെയ്ഡപ്പ് ഓഫ് ബ്രാസ് കൊണ്ടാണ് ഫെറൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫേസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ബ്രോഡ് പാർട്ട് ഓഫ് ദി ഫയൽ വിത്ത് ദ ടീത്ത് കട്ട് ഓൺ ഇറ്റ്സ് സർഫസ്. ടീത്ത് കട്ട് ചെയ്തിരിക്കുന്ന ആ സർഫസിനാണ് ഫേസ് എന്ന് പറയുന്നത്. ഹീൽ എന്ന് പറയുന്നത് പോർഷൻ ഓഫ് ദ ഫയൽ വിത്തൗട്ട് ടീത്ത് ഇല്ലാത്ത ആ പോർഷനാണ് ഹീൽ എന്ന് പറയുന്നത്. എഡ്ജ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്, ഒരു വര മാത്രമുള്ളത്. അപ്പോൾ ഈ ഫയലിന് ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ, ക്രോസ് കട്ട് ഉണ്ടാവില്ല. അത് ഫയലിൻ്റെ കട്ടിൻ്റെ ബേസ് ചെയ്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിംഗിൾ കട്ട് ഫയൽ, ഡബിൾ കട്ട് ഫയൽ എന്ന് പറഞ്ഞ് കട്ടിൻ്റെ ബേസ് ചെയ്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഫയൽ ഗ്രേഡ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് റഫ് കട്ട്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത്, RBSS അത് നോക്കിയാൽ മതി. മറ്റേ ഡെഡ് സ്മൂത്ത് ഏറ്റവും എൻഡിലുള്ളതാണ്, RBSS. ഓക്കെ, ഇപ്പോൾ റഫ് ഫയൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി, റിമൂവിങ് റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ, അതാണ് റഫ് കട്ട് ഫയൽ. റഫായിട്ട്, അപ്പോൾ ഫിനിഷിങ് കുറവായിരിക്കും. ദെൻ ബസ്റ്റാർഡ് ആണെങ്കിൽ റഫിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടും, ബട്ട് റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ കൂടുതലായിരിക്കും, കുറച്ച് ഫിനിഷൊക്കെ ഉണ്ടാകും. സെക്കൻഡ് കട്ട് ഫയലാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഗിവ്സ് എ ഗുഡ് ഫിനിഷ് ടു മെറ്റൽസ്. ഇനി ഫയൽ ഹാർഡ് മെറ്റൽസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. ബസ്റ്റാർഡ് ഫയലും റഫ് കട്ട് ഫയലൊക്കെ സോഫ്റ്റ് മെറ്റൽസ് ഫയൽ ചെയ്യാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫിനിഷ് സൈസിലേക്ക്, ബ്രിങ് ദ ജോബ്സ് ക്ലോസ് ടു ദി ഫിനിഷ് സൈസിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടും സെക്കൻഡ് കട്ട് ഫയൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡെഡ് സ്മൂത്ത് ഫയൽ, അല്ല സ്മൂത്ത് ഫയലാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വളരെ കുറച്ച് കട്ട് ചെയ്താൽ മതി. അവസാനം മാർക്കിംഗ് എത്താറാകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ സ്മൂത്ത് ഫയൽ യൂസ് ചെയ്യുക. ആൻഡ് ഡെഡ് സ്മൂത്ത് ഫയൽ യൂസ് ചെയ്യുന്നത് ഹൈ ആക്യുറസി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡെഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദി കട്ട്, ഫയലിൻ്റെ കട്ട് അനുസരിച്ച് ഫയലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സിംഗിൾ കട്ട് ഫയലുണ്ട്, ഡബിൾ കട്ട് ഫയലുണ്ട്, റാസ്പ് കട്ട് ഫയലുണ്ട് ആൻഡ് കർവ്ഡ് കട്ട് ഫയലുണ്ട്. അപ്പോൾ സിംഗിൾ കട്ട് ഫയലിനകത്ത് ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സൈഡിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ടീത്ത് കട്ട് ഇൻ വൺ ഡയറക്ഷൻ അക്രോസ് ഇറ്റ്സ് ഫേസ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ, ഫേസിൻ്റെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ടീത്ത് കട്ട് ചെയ്തിരിക്കും. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി, 60 ഡിഗ്രി. ഓക്കെ, ഡബിൾ കട്ട് ഫയലാണെങ്കിൽ ക്രോസും വിലങ്ങയും തലങ്ങയും കട്ട് ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ രണ്ട് ആംഗിളുകളുണ്ട്. ഇവിടെ മുകളിലൂടെ കട്ട് ചെയ്തിരിക്കുന്നതിന് ഓവർ കട്ട് എന്നും താഴെ കട്ട് ചെയ്തിരിക്കുന്നതിന് അണ്ടർ കട്ട്
അല്ലെങ്കിൽ ഡൗൺ കട്ട് എന്നുള്ളൊക്കെ ഒരു പേരുണ്ട്, അല്ലെങ്കിൽ അപ്പ് കട്ട് എന്നുള്ള പേര് കൂടി ഇതിന് പറയാറുണ്ട്. ഇവിടെ ആംഗിൾ 51 ആണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ ഓവർ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളതല്ലേ, ഓവർ കട്ട് 70, താഴെ ഉള്ളത് അണ്ടർ കട്ടിനാണെങ്കിൽ 51 ഡിഗ്രി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി റാസ്പ് കട്ട് ഫയലുണ്ട്. റാസ്പ് കട്ട് ഫയലാണ് നമ്മുടെ ടയർ കടയിലൊക്കെ കാണുന്ന ഫയൽ. ടയർ ഉരക്കാനും വുഡ് ആൻഡ് ലെതർ, അതാണ് റാസ്പ് കട്ട് ഫയൽ. അതിന് വേണ്ടിയിട്ടാണ് റാസ്പ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത്. കർവ്ഡ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റൽസ് ഡീപ്ലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർവ്ഡ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വീഡിയോസ് കാണുന്നുള്ളൂ. എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും കൂടെ പഠിക്കുക. എല്ലാവർക്കും കൂടെ വിജയം ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.